ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഡോഡ്ജിൻ്റെ ദുറാങ്കോ ആണ്. അപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ എത്തിക്കുന്ന രണ്ട് കംപ്ലൈൻ്റ് ആയിട്ടാണ്. ഒന്ന് ഓയിൽ ലീക്കും ഉണ്ട്, അതേമാതിരി തന്നെ ഒന്ന് ഗിയർ ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ടല്ല എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കംപ്ലൈൻറ്റും ഒറ്റ ഒരു കാരണം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ലിഫ്റ്റിലോട്ട് ഉയർത്തി നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ട്രാൻസ്മിഷൻ്റെ ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ലീക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ സംഭവ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. സംഭവമൊക്കെ ചെറുതായിട്ട് മൈനർ ലീക്ക് ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്നത് ട്രാൻസ്മിഷൻ ഓയിൽ ഓവർഫ്ലോ ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഓവർഫ്ലോ ആകാനുണ്ടായിരുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്മിഷനിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് ഓയിൽ വാട്ടറുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ മിക്സ് ആയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂളർ ഡാമേജ് ആയിട്ടാണ് ഇത് വെള്ളമായിട്ട് ട്രാൻസ്മിഷൻ ഓയിൽ മിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിഷൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളമായിട്ട് മിക്സ് ആയിട്ടാണുള്ളത്. ഇനി നമുക്കിതൊരു ഓവറോൾ ചെയ്യാന്നുള്ളൊരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ട്രാൻസ്മിഷൻ ഓവറോൾ ചെയ്യണം. ഫ്ലഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഓടുന്നല്ലാതെ ഇതിൻ്റെ അകത്ത് ക്ലച്ച് സ്ലിപ്പായതും അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് ട്രാൻസ്മിഷൻ തേർഡും ഫോർത്തും അതേമാതിരി തന്നെ ട്രാൻസ്മിഷൻ സ്ലിപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓവറോൾ ചെയ്യാന്നുള്ള ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ഇനി അതേമാതിരി തന്നെ ഈ വാഹനം ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വണ്ടി മൂവ് ആവാതെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വാഹനം ന്യൂട്രലാക്കേണ്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ അകത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം കണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ടാവാത്ത കണ്ടീഷനിൽ ഇതേമാതിരി തന്നെ ഗിയർ ന്യൂട്രലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂട്രലാക്കേണ്ട ഒരു മാനുവൽ കേബിൾ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ കൺസോളിൻ്റെ അടിവശത്തായിട്ടാണ്. അപ്പോൾ ഇതേമാതിരി തന്നെ ഈ സെൻട്രൽ കൺസോൾ ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി കഴിഞ്ഞാൽ ഇവിടെ പുറകിലായിട്ട് നിങ്ങൾക്കൊരു കവർ കാണാം. ആ കവർ മുകളിലോട്ട് ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആയിട്ടൊരു കേബിൾ കാണാം. അപ്പോൾ ആ കേബിൾ പ്രോപ്പറായിട്ട് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ആരോ മാർക്കിനനുസരിച്ച് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ വാഹനം ന്യൂട്രൽ ആവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.